നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണം പൂർത്തിയായി. LDF സ്ഥാനാർത്ഥി M സ്വരാജ്, TMC നേതാവ് PV അൻവർ, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എന്നിവർ ഇന്ന് പത്രിക നൽകി. 100 കണക്കിന് പ്രവർത്തകർക്കൊപ്പമാണ് M സ്വരാജ് പത്രികാ സമർപ്പണത്തിനെത്തിയത്. റോഡ് ഷോയായാണ് PV അൻവറും BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജും എത്തിയത്. ആകെ 12 സ്ഥാനാർത്ഥികളാണ് പത്രിക നൽകിയത്. രാവിലെ 11:30 ആദ്യം LDF സ്ഥാനാർത്ഥി M സ്വരാജാണ് പത്രിക സമർപ്പിക്കാനെത്തിയത്. CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ MP, PK സൈനബ, മന്ത്രി V അബ്ദുറഹിമാൻ എന്നിവർക്കൊപ്പം എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവർ മത്സരിക്കട്ടെ എന്നും അപ്പോഴാണ് ജനാധിപത്യം ശക്തിപ്പെടുകയെന്നും M സ്വരാജ്. നാടിന്റെ വികസനത്തിന്, ജനങ്ങളുടെ ക്ഷേമത്തിന് ഉതകുന്ന നടപടികൾ ആര് സ്വീകരിച്ചാലും അത് നല്ലതാണ് എന്ന് പറയുന്ന ഒരു ജനം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവരുടെ പിന്തുണ LDFനുണ്ടാവും. അത് LDFന്റെ വിജയത്തിന് കൂടുതൽ തിളക്കമേറ്റും. ചന്തക്കുന്നിൽ നിന്ന് ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടെ റോഡ് ഷോയായാണ് PV അൻവർ പത്രിക സമർപ്പിക്കാനെത്തിയത്. തൊഴിലാളികൾക്കൊപ്പം എത്തിയാണ് അൻവർ പത്രിക സമർപ്പിച്ചത്. VD സതീശനും പിണറായി വിജയനും ഒരുമിച്ച് നാടിനെ പറ്റിക്കുകയാണെന്ന് PV അൻവർ ആരോപിച്ചു. ഇവരൊക്കെ മത്സരിക്കുന്നത് MLA ആവാനും നാളെ മന്ത്രിയാകാനും പിന്നീട് മുഖ്യമന്ത്രിയാകാനൊക്കെയാണ്. പ്രിയമുള്ളവരെ, ഞാൻ മത്സരിക്കുന്നത് എൻ്റെ ഒരു ജീവന് വേണ്ടിയിട്ടാണ്. എൻ്റെ ജീവൻ ഈ നാട്ടിലെ ആളുകളുടെ കയ്യിലാണ്. BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. BJP സംസ്ഥാന നേതാക്കൾക്കൊപ്പം എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. PV അൻവറിന്റെ അപരൻ അൻവർ സാദത്തും പത്രിക സമർപ്പിച്ചു. കൂടാതെ ശിവസേന, സോഷ്യലിസ്റ്റ് ജനതാദൾ ഉൾപ്പെടെയുള്ളവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ ഇനി നിലമ്പൂർ യഥാർത്ഥ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. പ്രചരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനൊരുങ്ങുകയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ജംഷീർ കൊടിഞ്ഞി, ടീം മീഡിയ 1 നിലമ്പൂർ. ഷബീർ ഒമർ നിലമ്പൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ഷബീർ, പത്രികാ സമർപ്പണം പൂർത്തിയായി കഴിഞ്ഞതോടെ ഒരു ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് സ്ഥാനാർത്ഥികൾ കടക്കുകയാണോ? ആകെ എത്ര നാമനിർദ്ദേശ പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്? ദിവ്യ, പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയായിരിക്കുന്നു. ഇന്നായിരുന്നു അവസാന തീയതി. എന്തായാലും ഇത്തവണ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വലിയ പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. നമുക്കറിയാം, സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതലെങ്കിൽ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ വലിയ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കടന്നിരുന്നു. ആ നിലയ്ക്കാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും എല്ലാം ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ സസ്പെൻസായി PV അൻവർ കൂടി മത്സരത്തിനെത്തുന്നു. അപ്പോൾ ത്രികോണ മത്സരത്തിലേക്ക് നിലമ്പൂർ മണ്ഡലം കടക്കുന്നു എന്ന് നിസ്സംശയം പറയാം. കാരണം LDFനും UDFനും ഒരുപോലെ സ്വാധീനമുള്ള മണ്ഡലമാണ് എങ്കിലും PV അൻവർ കഴിഞ്ഞ 2 തവണ ഇവിടുത്തെ MLA ആയി ജയിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹം ഇത്തവണ മറ്റൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി, ഒരു മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എത്തുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ കൗതുകം. അപ്പോൾ അദ്ദേഹം എത്രത്തോളം വോട്ട് പിടിക്കുമെന്നതെല്ലാം ആകാംക്ഷാഭരിതമാണ്. എന്തായാലും പരമാവധി വോട്ടുറപ്പിക്കാനായിരിക്കും PV അൻവർ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ ശ്രമിക്കുക. LDFനെ സംബന്ധിച്ചും UDFനെ സംബന്ധിച്ചും മണ്ഡലത്തിൽ ജയിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്നടക്കം കണക്കാക്കപ്പെടുന്ന മണ്ഡലത്തിൽ ഇത്തവണ UDF വലിയ അനുകൂല സാഹചര്യമുണ്ട് എന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. പക്ഷേ PV അൻവറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുന്നു. ഒപ്പം തന്നെയാണ് LDFനെ സംബന്ധിച്ച് അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തണം. ഒപ്പം തന്നെ CPMന്റെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് മത്സരത്തിനെത്തുന്നു. അപ്പോൾ ആ നിലയ്ക്ക് വളരെ കരുതലോടെയുള്ള നീക്കമായിരിക്കും CPMന്റെ അല്ലെങ്കിൽ LDFന്റെ ഭാഗത്തുനിന്നുണ്ടാകും. എന്തായാലും മത്സരിക്കുമ്പോൾ ജയിക്കാൻ ഉറച്ചാണ് എല്ലാവരും മത്സരിക്കുന്നത്. അല്ലെങ്കിൽ പരമാവധി വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നടക്കം ഉണ്ടാകുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലും ഇത്തരത്തിലുള്ള വാശിയും വീറും നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഇപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള പ്രചാരണ പരിപാടികൾ നടന്നു കഴിഞ്ഞു. ഇന്നിപ്പോൾ അൻവർ അടക്കം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തും നമ്മൾ കണ്ടതാണ്. വലിയ റോഡ് ഷോ ആയാണ് PV അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. ഒപ്പം തന്നെയാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ആയിക്കോട്ടെ, LDF സ്ഥാനാർത്ഥി M സ്വരാജ് ആയിക്കോട്ടെ വലിയ തരത്തിലുള്ള റോഡ് ഷോകളടക്കം മണ്ഡലത്തിൽ നടത്തിക്കഴിഞ്ഞ ഒരു ശക്തി പ്രകടനം നടത്തിക്കഴിഞ്ഞു. നാളെ മുതൽ സ്ഥാനാർത്ഥി പര്യടനങ്ങൾ ആരംഭിക്കും. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലായിരിക്കും എല്ലാ സ്ഥാനാർത്ഥികളും. ഒപ്പം തന്നെയാണ് ചില പ്രത്യേക സന്ദർശനങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വോട്ട് ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി ഈ സന്ദർശനങ്ങൾ വലിയ ഭാഗം വഹിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് PV അൻവർ അല്പസമയത്തിനകം VV പ്രകാശിന്റെ കുടുംബത്തെ സന്ദർശിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കഴിഞ്ഞ തവണ PV അൻവറിന് എതിരാളിയായി UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച VV പ്രകാശിന്റെ കുടുംബത്തെ സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിക്കാൻ PV അൻവർ ആദ്യമായി പോകുന്നു. നോമിനേഷൻ പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ വരും ദിവസങ്ങൾ പ്രചാരണ പ്രവർത്തനങ്ങൾക്കുള്ളതാണ്. അൻവർ കൂടി നാമനിർദ്ദേശ പത്രിക നൽകിയതോടെ ചതുഷ്കോണ പോരാട്ടം തന്നെയാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. ഷബീർ ഉമറാണ് വിവരങ്ങൾ നൽകിയത്.